നടൻ വിജയ്ക്കെതിരെ ഭാര്യ സംഗീത നൽകിയ വിവാഹ മോചന കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കാൻ നടൻ ശ്രമിക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തകൾ. ഇതിനായി സംഗീതയ്ക്കും മകൾക്കുമായി 240 കോടി രൂപ ജീവനാംശം നൽകാൻ ഒരുക്കമാണെന്നാണ് ലഭിക്കുന്ന വിവരം. വിജയ്ക്ക് മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഭാര്യ സംഗീത വിവാഹമോചന കേസ് നൽകിയത്. ആരോപണ വിധേയായ ഈ നടി തൃഷയാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. കഴിഞ്ഞ ദിവസം തൃഷയോടൊപ്പം ഒരുമിച്ച് വിവാഹത്തിൽ പങ്കെടുത്ത ചിത്രങ്ങൾ വൈറലായിരുന്നു. നിർമ്മാതാവ് കൽപ്പാത്തി എസ് സുരേഷിന്റെയും മീനാക്ഷി സുരേഷിന്റെയും മകന്റെ വിവാഹ സൽക്കാരത്തിനാണ് താരജോഡികൾ ഒന്നിച്ചെത്തിയത്. വിവാഹമോചന വാർത്തകൾക്കിടയിലാണ് താരങ്ങൾ ഒരുമിച്ചെത്തിയെന്നുള്ളതാണ് ശ്രദ്ധേയം. ഒരുമിച്ച് ഒരു കാറിൽ വന്നിറങ്ങിയ ഇരുവരെയും സ്വീകരിച്ച് വിവാഹവേദിയിലേക്ക് ആനയിക്കുന്നത് വീഡിയോയിൽ കാണാം. മാച്ചിങ് വസ്ത്രങ്ങളാണ് വിജയും തൃഷയും ധരിച്ചിരുന്നത്. ഓഫ് വൈറ്റിൽ ചുവന്ന ബോർഡറുള്ള കാഞ്ചീപുരം സാരിയും ചുവന്ന സ്ലീവ്ലെസ് ബ്ലൗസുമാണ് തൃഷ ധരിച്ചിരുന്നത്. വിജയ് ആകട്ടെ ഓഫ് വൈറ്റ് സിൽക്ക് ഷർട്ടും മാച്ചിങ് മുണ്ടുമാണ് ധരിച്ചത്. 2021 തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിന് സംഗീത ആഗ്രഹിച്ചെങ്കിലും വിജയ് ആദ്യം അതിന് തയ്യാറായില്ല. തന്റെ രാഷ്ട്രീയ ഭാവി തകരുമെന്ന് ഭയന്നാണ് വിജയ് വിവാഹബന്ധം വേർപെടുത്താൻ വിസമ്മതിച്ചതിന്റെ പിന്നിലെ കാരണം. അതിന് പിന്നാലെയാണ് സംഗീത കോടതിയെ സമീപിച്ചത്. നിലവിൽ സംഗീതയ്ക്കും മക്കളായ ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാക്ഷ എന്നിവർക്കുമായി വിജയ് 250 കോടി രൂപ നഷ്ടപരിഹാര തുകയായി വാഗ്ദാനം ചെയ്തുവെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ഈ തുക എപ്രകാരമാണ് വിഭജിച്ച് നൽകുക എന്നത് വ്യക്തമല്ല. ഇതിനിടെ വിജയ് വിവാഹമോചനം നേടുമെന്നും തൃഷയെ വിവാഹം കഴിക്കുമെന്നും വ്യക്തമാക്കി 3 വർഷം മുൻപ് തന്നെ ഒരു ഫേസ്ബുക്ക് പേജിൽ പ്രവചനം വന്നിരുന്നു. 2026 നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ വിജയ് നിയമപരമായി ഡിവോഴ്സ് ആകും, 2 മാസത്തിനുള്ളിൽ തൃഷയെ വിവാഹം കഴിക്കും എന്നായിരുന്നു പോസ്റ്റിലെ വാചകം. ഒപ്പം ലിഫ്റ്റിൽ തൃഷയും വിജയും നിൽക്കുന്ന ഒരു ഫോട്ടോയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രവചനം ഇപ്പോൾ ശരിയാവുന്നല്ലോ എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് വീണ്ടും വൈറലാകുന്നത്. ഇന്നലെ കലൈപ്പുലി എസ് സുരേഷിന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ തൃഷയോടൊപ്പം പങ്കെടുത്തത് ശ്രദ്ധേയമായി. ഗോസിപ്പുകൾക്കത് ആക്കം കൂട്ടിയിട്ടുമുണ്ട്. വിജയിയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ചർച്ചകൾക്കിടയിൽ സംഗീത സമർപ്പിച്ച വിവാഹമോചന ഹർജിയിൽ വിജയിയുടെ വിവാഹേതര ബന്ധം സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വാർത്ത പുറത്തു വന്നതിന് ശേഷം കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരിട്ട തൃഷ വളരെ കൂളായിട്ടാണ് വിവാഹ സൽക്കാര ചടങ്ങിൽ വിജയിയോടൊപ്പം പങ്കെടുത്തത്. 2004 റിലീസ് ചെയ്ത ഗില്ലി എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും ആദ്യമായി ഒന്നിച്ചത്. ഇരുവരും തമ്മിലുള്ള നല്ല സൗഹൃദം ആരാധകർ ശ്രദ്ധിച്ചിരുന്നു. അതേസമയം നടൻ രവി മോഹന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് വിജയിയുടെ ജീവിതത്തിലും ആവർത്തിക്കുന്നു എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. രവി മോഹനും ഗായിക കെനിഷ്ക ഫ്രാൻസിസുമായുള്ള ബന്ധത്തെ ചൊല്ലിയായിരുന്നു അത്രേ രവി മോഹന്റെ ഭാര്യ ആർത്തി കോടതി കയറിയത്.